ഞാനൊരു യൂറോളജിസ്റ്റും ട്രാൻസ്പ്ലാന്റ് സർജൻ ആൻഡ് റോബോട്ടിക് സർജനാണ്. ലാസ്റ്റ് 25 ഇയേഴ്സിൽ ഈ സർജിക്കൽ ഫീൽഡിൽ ഞാൻ കാണുന്നത് ഈ പ്രമേഹം നിയന്ത്രിക്കാതെ ആ കോംപ്ലിക്കേഷൻസ് വന്ന രോഗികളെ കാണേണ്ട ഒരു ഹതഭാഗ്യനാണ് ഞാൻ കൂടുതലും. ഒരിപ്പം നമ്മളൊരു 100 OP-യിൽ കാണുകയാണ്, യൂറോളജി കേസിൽ കാണുകയാണെങ്കിൽ ഒരു 40 മുതൽ 45% വരെ ഡയബറ്റീസ് ഉണ്ടാവും. ഇപ്പൊ കാണുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളിൽ, അഡൾട്ട്സില്, മധ്യവയസ്കന്മാര്, ഓൾഡ് ഏജ്, പുരുഷന്മാർ, സ്ത്രീകൾ, ആർക്കും ഒരു ഡയബറ്റിക് ഉണ്ടാവാം. ഓക്കെ, അപ്പം ഈ കോംപ്ലിക്കേഷൻസിന് ഡീൽ ചെയ്യുന്ന സമയത്ത് വളരെയധികം പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് സ്ത്രീകളിൽ കൂടുതൽ കാണുന്നത് മൂത്രത്തിൽ പഴുപ്പാണ്, ഇൻഫെക്ഷൻ വരുന്നത്. അതിൽ കൂടുതൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അതിനൊരു പ്രമേഹം കൺട്രോൾ ചെയ്യാത്ത ആണ്. സാധാരണ ഒരു രോഗിക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ 3-4 ദിവസം ആന്റിബയോട്ടിക് കഴിക്കുന്ന അവസ്ഥയാണെങ്കിൽ പ്രമേഹ രോഗികൾക്ക് അത് 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ ഇഞ്ചക്ഷൻ എടുക്കാം ആവശ്യം വരും. പ്രത്യേകിച്ചും ചില രോഗികൾ കൺട്രോൾ കിട്ടാണ്ട് സെപ്സിസിൽ പോകെ മരണം വരെ സംഭവിക്കാറുണ്ട്. അപ്പം അത് നമ്മൾ ഒത്തിരി, ഇത് വളരെ അപൂർവമല്ല. ഇന്ന് എല്ലാ ദിവസവും OP-യിലും വന്ന പേഷ്യൻസും ICUയിൽ കാണുന്ന പേഷ്യൻസ് ഇങ്ങനെയായിരിക്കും. അപ്പം കൺട്രോളിങ് ബ്ലഡ് ഷുഗർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ അവയവങ്ങളിലും രക്തോട്ടത്തിനെ ബാധിക്കുന്നതാണ് ഈ പ്രമേഹ രോഗം. ഞരമ്പുകളെ ബാധിക്കും. അപ്പോൾ ഇത് യൂറോളജി സംബന്ധമായി വരികയാണെങ്കിൽ വൃക്കയുടെ ട്യൂബിൾ, യൂറീറ്റർ, മൂത്രസഞ്ചി, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, പിന്നെ നമ്മുടെ പെനിസ്, അതിനുള്ള ബ്ലഡ് ഫ്ലോ, എല്ലാ അവയവങ്ങളിലും ബാധിക്കുന്നതാണ്. അതേപോലെ തന്നെ യൂറോളജി ക്യാൻസറിനുള്ള ഇൻസിഡൻസും, പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടുതലും പ്രമേഹ രോഗികളിലാണ് കാണുന്നത്. പഠനങ്ങൾ തെളിയിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾ മെറ്റ്ഫോമിൻ എന്നുള്ള ഗുളിക കഴിക്കുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യത കുറയുന്നതാണ്. അപ്പം അതേപോലെ തന്നെയാണ് കുറേ യങ്സ്റ്റേഴ്സിന്, കുട്ടികളില്ലാതെ വരുന്ന ആൾക്കാർക്ക്, അതിലും ഡയബറ്റീസ് ഉണ്ടാവുന്ന സമയത്ത് അവരുടെ സെമന്റെ ക്വാളിറ്റി കുറയുകയും അതിനുള്ള പ്രശ്നങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു. ഉദ്ധാരണക്കുറവ് വരുമ്പോൾ അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും തുറന്നു പറയാൻ മടിയാണ്. ഓക്കെ, പക്ഷെ അതിന് പ്രധാന കാരണം ഒന്ന് പറഞ്ഞാൽ ഡയബറ്റീസിൽ വരുന്നതും രക്തോട്ട ലിംഗത്തിലേക്ക് കുറയുന്നതാണ് ഒരു കാരണം. പല കാരണങ്ങളുടെ ഒരു കാരണം. പക്ഷേ ഇങ്ങനെ വരുന്ന രോഗികള്, ഒരു പുരുഷന്മാർ പ്രത്യേകം ഇത് ഡിസ്കസ് ചെയ്യാൻ മടിക്കരുത്. കാരണം രക്തോട്ടം കുറവ് പെന്നിസ് അല്ലെ ലിംഗത്തിലേക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രതിഭാസമല്ല. ശരീരത്തിലെ ഹാർട്ടിലേക്ക്, ബ്രെയിനിലേക്ക്, എല്ലാ സ്ഥലങ്ങളിലേക്കും ബാധിക്കുന്ന, രക്തക്കൊള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ബാധിക്കുന്നതാണ്. അപ്പം ഉദ്ധാരണക്കുറവ് പെട്ടെന്ന് മനസ്സിലായി, ഇറ്റ്സ് എ വാർണിംഗ് സൈൻ. അപ്പം ഒരു രോഗിക്ക് ഉദ്ധാരണക്കുറവ് ഉണ്ടാകുകയാണെങ്കിൽ അവർ പൂർണ്ണമായിട്ടും ഒരു കാർഡിയോളജി ചെക്കപ്പ് ഇതൊക്കെ ചെയ്യേണ്ട, ഒരു ഫിസിഷ്യന്റെ ഫുൾ ചെക്കപ്പിന്റെ ആവശ്യമാണ്. കാരണം അങ്ങനെ നമുക്ക് ഹൃദയരോഗം മേളിൽ കണ്ടുപിടിക്കാം, സ്ട്രോക്കിനുള്ള സാധ്യത കുറയാൻ ചാൻസ് ഉണ്ട്. എനിക്ക് 2-3 വിദേശ രാജ്യങ്ങളിൽ ഒബ്സർവർഷിപ്പും ഫെലോഷിപ്പും ചെയ്യാൻ പഠനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്, US-ലും ഫ്രാൻസിലും. ഈ 2 സ്ഥലങ്ങളിലും ഉദ്ധാരണക്കുറവ് വെച്ച് വരുന്ന സമയത്ത് നേരെ അവർ കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഫിസിഷ്യന്റെ അടുത്ത് എല്ലാം കണ്ട ഈ കാർഡിയക് വർക്കപ്പ് ചെയ്തിട്ടാണ് തിരിച്ചു വിടുന്നത്. അപ്പം നമ്മളുടെ കാഴ്ചപ്പാട് മാറാനുണ്ട്. സ്ത്രീകളിൽ റെക്കറന്റ് ഇൻഫെക്ഷനുള്ള കാര്യങ്ങൾ, പ്രഗ്നൻസിയിൽ അബോർഷൻസിന്, ഇതിനൊക്കെ ഡയബറ്റീസ് ആണ് ഒരു കാരണം. അതിപ്പം എല്ലാ അവയവങ്ങളിലും ഇത് ബാധിക്കുന്ന ഒരു അസുഖമാണ്. ക്യാൻസർ, അവർ ക്വാളിറ്റി ഓഫ് ലൈഫ്, പ്രോസ്റ്റേറ്റ് ഡിസീസ്, നമ്മളെ മരണത്തിലേക്ക് ഇത് എത്തിക്കുന്ന ഒരു പോർ ക്വാളിറ്റി ഓഫ് ലൈഫിലേക്ക് കൊണ്ടുപോയാണ് ഇഫ് ഡയബറ്റീസ് ഇസ് നോട്ട് കൺട്രോൾ.